all over, finish. See, that's what the life is. Meaningless ആണ്. തന്നെ ആ മീനിങ്ലെസ്സിനെ കുറിച്ച് പറയാനുള്ള ഒത്തിരി കാരണത്തിൽ ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോഴേ ഇൻ chapter 2 and verse 11 and 17. Chapter 2 verse 11 and 17. Yet when I surveyed all that my hands had done, and what I had toiled to achieve, everything was meaningless, a chasing after the wind. Nothing was gained under the sun. ഈ ഭൂമിയിൽ ഞാൻ ഒത്തിരി അധ്വാനിച്ച് പലതുമൊക്കെ നേടിയെന്നൊക്കെ പറയുന്നത് പിന്നത്തേതിൽ ഞാൻ നോക്കിയപ്പം ഇതെല്ലാം മീനിങ്ലെസ് ആണ്. സോളമന്റെ നിരീക്ഷണമാണ്. And verse 17. So I hated life, because the work that is done under the sun was grievous to me. All of it is meaningless, a chasing after the wind. See, all of it is meaningless, chasing after the wind. വെറുതെ ഓടുക. നമുക്ക് വിൻഡിനെ ചേസ് ചെയ്ത് കൈവശമാക്കാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ us, isn't it? എല്ലാം മീനിങ്ലെസ് ആണെന്നാണ് സോളമൻ്റെ കണ്ടെത്തൽ. And he's not like the other person. There are lots of people around who think that this world is wherein we need to enjoy. I remember having read somewhere, I don't know whether it is in the newspaper, maybe a few years back, about a Jew, an American Jew, American. What he did is that he wrote a will, saying that, ഒരു വിൽപത്രം താൻ എഴുതി വെച്ചിട്ട് അവസാനത്തെ തൻ്റെ ആഗ്രഹം ഇതാണ്: ഞാൻ മരിക്കുന്ന വേളയിൽ എൻ്റെ മുഴുവൻ പൈസ, ഡോളറായി ഞാൻ സമ്പാദിച്ചിട്ടിരിക്കുന്ന പൈസ മൊത്തം എടുത്തിട്ട് നിങ്ങൾ എൻ്റെ ഗ്രേവ് യാർഡിൽ ഇടണം, എൻ്റെ കോഫിൻ്റെ കൂടെ ഇടണം. അദ്ദേഹത്തിൻ്റെ വിൽപത്രം അങ്ങനെയാണ്. ഇൻ അമേരിക്ക ആൻഡ് ഓൾ ഒത്തിരി അതിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് വാട്ട് ദേ ഡിഡ് ഇസ് ദാറ്റ് ദി ഹോൾ ഓഫ് ദിസ് മണി, മേ ബി ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് ഡോളേഴ്സ്, ഇത് മൊത്തം എടുത്തിട്ട് ഒരു ബ്രീഫ് കേസിനകത്ത് ആക്കിയിട്ട് നിറച്ചെടുത്ത് ഡെഡ് ബോഡിയുടെ കൂടെ അവരിട്ടു. വാട്ട് ഈസ് ലൈഫ്? അദ്ദേഹം ധരിച്ചിരുന്നത് ഈ ഭൂമിയിലുള്ള ഈ അസ്തിത്വത്തിൻ്റെ നാളുകളിലൊക്കെ തനിക്ക് സന്തോഷിക്കാം, ഇനിയും അതൊന്നും അതിനപ്പുറത്തേക്ക് ആർക്കും കൈമാറാൻ തനിക്ക് താല്പര്യം തോന്നില്ല. മൈ ഡിയർ വൺസ്, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ആസ് എ ബിലീവർ, നമ്മുടെ കാഴ്ചപ്പാട് ശരിക്കും എന്താണ്? ഈ ഭൂമിയിലുള്ളത് കൊണ്ട് മാത്രമാണ് നാം തൃപ്തരായി നിൽക്കുന്നതെങ്കിൽ സംവെയർ വി ആർ നോട്ട് ടുവേർഡ്സ് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ. എവിടെയോ വഴി മാറി നമ്മൾ സഞ്ചരിക്കുകയാണ്. ബി കെയർഫുൾ വിത്ത് ഇറ്റ്. ഭക്തന്മാരൊക്കെ അവരെപ്പോഴും ഇച്ഛിച്ചത് ഈ ഭൂമിയിലുള്ളതൊന്നും കൊണ്ട് അവർ തൃപ്തരായിരുന്നില്ല. വി ടോക്ക് എ ലോട്ട് അബൌട്ട് എബ്രഹാം. എബ്രഹാമിനെ കുറിച്ച് കുറച്ചുകൂടി എബ്രായ ലേഖന കർത്താവ് നന്നായി എഴുതിയിട്ടുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 11 and verse 8 to 10. By faith, Abraham, when called to go to a place he would later receive as his inheritance, obeyed and went, even though he did not know where he was going. He was not knowing where he was going. ഒന്നും അറിയാതെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പുറത്ത് പുറപ്പെട്ടു പോയൊരു മനുഷ്യനാണ്. By faith, he made his home in the promised land like a stranger in a foreign country. Like a stranger and a foreign country ആയിട്ട് താൻ കണ്ടിട്ട് അവിടെ പോയാണ് താൻ വർത്തിക്കുന്നത്. He lived in tents, as did Isaac and Jacob, who were heirs with him of the same promise. For he was looking forward to the city with foundations. ഇവിടെ എല്ലാം താൻ എത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ പുറത്ത് തനിക്കായി ഒരുക്കപ്പെട്ട കനാൻ ദേശത്തിലേക്ക് താൻ എത്തപ്പെടുമ്പോഴും സ്വന്തമായൊരു വാസസ്ഥലം ഒന്നും ഒരുക്കാതെ അതിനപ്പുറത്തേക്ക് ഒരു വീക്ഷണം തനിക്കുണ്ടായിരുന്നു. What was it? He looked for a city which has foundations. And who had the foundation of that city? ആരാണ് അതിന്റെ ഫൗണ്ടേഷൻ ഇട്ടത്? The builder and maker, which is God. ദൈവത്താൽ ഇട്ടപ്പെട്ട ഫൗണ്ടേഷനിലുള്ള ഒന്നിനു വേണ്ടി താൻ കാംക്ഷിച്ചു. And we know Abraham was not a poor man. ലോകപ്രകാരം ഒത്തിരി റിച്ചസ് ഉള്ള മനുഷ്യനാണ്. In every way he was prosperous. But even when he was prosperous, തൻ്റെ നോട്ടം അതിലായിരുന്നില്ല. ഇതെല്ലാം താൻ കൈവശമാക്കുമ്പോഴും കയ്യിൽ ലഭിക്കുമ്പോഴും താൻ എവിടെയോ നോക്കിയിരുന്നത് അതിനപ്പുറം ഒന്നിലേക്കാണ്. നമ്മുടെ നോട്ടം എവിടെയാണ്? Are we looking out at the Sensex if it is crashing, കയറുന്നുണ്ടോ? ഇതൊക്കെയാണോ നമ്മുടെ നോട്ടം?
I tell you, there are people who would be sitting closely for this, trading with it. ഒത്തിരി സൂക്ഷ്മമായിട്ട് ചെയ്യുക. My dear ones, let me tell you, ഇതിലൊക്കെ മാത്രം നമ്മുടെ നോട്ടം നിൽക്കുകയാണെങ്കിൽ we are not focused to God. നമ്മുടെ നോട്ടം എവിടെയായിരിക്കണം? ഉയരത്തിലാകണം. ഉയരത്തിലാകണം. All this so-called world with its glitter. ഈ ഗ്ലിറ്ററിങ് ആണ്. നമുക്ക് തോന്നും വലിയ പോംപ് ആൻഡ് ഷോ, ഭയങ്കര തിളങ്ങി നിൽക്കുന്ന പോലൊക്കെ തോന്നിയേക്കാം. ബട്ട് ഫോർ ഷ്യൂർ ഇതെല്ലാം തീക്കിരയാകേണ്ടതാണ്, താൽക്കാലികമാണ്. ഇറ്റ് ഈസ് ഓൺലി ടെമ്പററി. The other day we read one verse from 1 Corinthians. What was that verse? 2 Corinthians, sorry. Chapter 4 and verse 18. 2 Corinthians chapter 4 and verse 18. So we fix our eyes not on what is seen, but on what is unseen. What is seen? അല്ല, we do not fix our eyes on what is seen. നമ്മുടെ കണ്ണുകൾ ഇവിടെ എല്ലാത്തിനെയും കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, പക്ഷേ it is not fixed there. But we fix our eyes on thing which is not seen, unseen ആയിട്ടുള്ളതിനെയാണ് നാം നോക്കുന്നത്. For what is seen is temporary. For what is seen is temporary, താൽക്കാലികം ആയിട്ട് നിൽക്കുന്നത്, ഈ കാണപ്പെടുന്നത്. But what is unseen is eternal. കാണപ്പെടാത്തതോ നിത്യമായിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണുകൾ എവിടെയാണ്? ഈ കാണുന്നതിൽ മാത്രമാണോ? എത്രയോ പേര് ശോഭയോടുകൂടെ തിളങ്ങി നിന്ന്, എത്രയോ പേര്. I remember about one actress when I used to see movies and all years back, maybe 32 years back. ഞാൻ ഓർക്കുന്നു, വളരെ തിളങ്ങി നിന്നിരുന്ന ദിവ്യ ഭാരതി എന്ന തൻ്റെ പേര് ഞാൻ ഓർക്കുന്നു. എത്ര തിളങ്ങി നിന്ന്, വളരെ സൗന്ദര്യമുള്ളത്. What happens is that she commits suicide. അപ്പം അന്നോട്ട് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ ഗ്ലാമറോ, ഈ ഫെയിമോ, ഈ സമ്പത്തോ, ഈ പേരോ, ഇതും കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഒന്നുമില്ല. മൈ ഡിയർ വൺസ്, നമുക്കുള്ള ആ വിലപ്പെട്ട ജീവിതമുണ്ടല്ലോ, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിയിലുള്ള ജീവിതം, ഐ ടെൽ യു, അതിനേക്കാൾ ശ്രേഷ്ഠകരം മറ്റൊന്നുമില്ല, ഒന്നുമില്ല. ബാക്കി ഭൗമപ്രകാരം നമ്മൾ പ്രാപിക്കുന്നത് ഈ യാത്രാമധ്യേ നമുക്ക് ദൈവം ദാനമായി തരും. ഹോൾഡ് ഓൺ ഡിയർ, ഹോൾഡ് ഓൺ, ബട്ട് ഡോണ്ട് ബി ഹോൾഡിങ് ഓൺ ടു ഇറ്റ്. പിടിച്ചു, പക്ഷേ ഇതിലങ്ങ് പിടിച്ച് തൂങ്ങിക്കിടക്കരുത്. നോ, യു നീഡ് ടു ലുക്ക് മച്ച് ബിയോണ്ട് ദാറ്റ്. ആ കണ്ണുകൾ നമുക്കുണ്ടാകണം. ലുക്ക് ഇൻ ടു എനി വൺ. സി, എബ്രഹാം വാസ് നോട്ട് confined within this worldly riches. You look into Moses, they same Hebrews മോസസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. From 24 to 26, chapter 11, 24 to 26. By faith, Moses, when he had grown up, refused to be known as a son of Pharaoh's daughter. നമ്മളെപ്പോലൊന്നും വളർന്നൊരു മനുഷ്യനല്ല മോസസ്. എവിടെയാണ് വളർന്നത്? കൊട്ടാരത്തിലാണ്, പാലസിലാണ്. ആസ് എ സൺ ഓഫ് ഫാറോ, ഫാറോയുടെ മകളുടെ പുത്രനായിട്ടാണല്ലോ താൻ അവിടെ നിന്നിരുന്നത്. അങ്ങനെ വളർന്നു വന്നൊരു മനുഷ്യനാണ്. പക്ഷെ മുൻപോട്ട് വന്ന് ദൈവിക കണക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ലുക്ക് ഇൻടു ഇറ്റ്, ദ നെക്സ്റ്റ് വേഴ്സ്. He chose to be ill treated along with the people of God. He chose to be ill treated along with the people of God, rather than to enjoy the pleasures of sin for a short time. Rather than enjoy the pleasures of sin for a season, for a short time. ചെറിയ കാലത്തേക്ക് ഉള്ള ആ ഒരു രസത്തിൻ്റെ പുറകിൽ താൻ പോയില്ല. There are choice in our life. നമുക്ക് പലപ്പോഴും ചോയ്സുകളുണ്ട്. ഈ ചോയ്സ് വരുമ്പം, where is our eye? എവിടെയാണ് നമ്മുടെ നോട്ടം? Are we looking unto God? ഇത്രയും വലിയ പദവിയിലിരുന്ന, വേണമായിരുന്നെങ്കിൽ തനിക്ക് അവിടുത്തെ ഫറോ ആകാമായിരുന്നു. We don't know. He could have. അതെല്ലാം ത്യജിച്ചിട്ട് മറ്റൊരു വഴി താൻ തിരഞ്ഞെടുത്തു. And verse 26. He regarded great disgrace for the sake of Christ as of greater value than the treasures of Egypt. മിസ്രൈമിലുള്ള ഫറവോന്റെ കൊട്ടാരത്തിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന തനിക്ക് വലിയ ധനമായി തോന്നി. Are we ready for it? കർത്താവേ, എനിക്ക് ഈ ഭൗമതലത്തിൽ നാഥാ എനിക്കൊന്നും ലഭിച്ചില്ലെങ്കിലും എനിക്ക് വിഷയമല്ല. പക്ഷെ കർത്താവിനോടൊപ്പമുള്ള വാസം, ഈ ഭൂമിയിൽ നന്മകൾ പ്രാപിക്കേണ്ടതിനായിട്ടുള്ള തന്നോടുള്ള ആശ്രയമല്ല, അതുകൊണ്ട് ഒതുങ്ങുന്നതല്ല, അതിനപ്പുറം ഒന്നിനു വേണ്ടി എൻ്റെ അപ്പാ നിത്യമായി വസിപ്പാൻ
Let us be having that eternal perspective. എപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു വരുന്നത് ലോകത്തിലെ കുറച്ച് നന്മകൾക്ക്, ഉദ്ധാരണത്തിന്, ഉയർച്ചയ്ക്ക്, വിടുതലിന് എന്തെങ്കിലുമൊക്കെ പ്രാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാകരുതേ. ഐ വുഡ് സേ ദിസ് വേ. ഞാൻ എൻ്റെ കുഞ്ഞ് ജാനറ്റ് മോൾ ചെറുതായിരിക്കും എൻ്റെ മനസ്സിലെ ചിത്രം ഇങ്ങനെയാണ്. ഐ യൂസ് ടു കം ലേറ്റ് അറ്റ് നൈറ്റ് ടു അവർ ഹോം. 10-11 മണിയാകുമ്പോഴാണ് ഞാൻ പൊതുവെ വരുന്നത്. ആഫ്റ്റർ ദിസ് ഹൗസ് വിസിറ്റ് ആൻഡ് ഓൾ. 11 മണിക്ക് ഞാൻ വീട്ടിൽ വരുമ്പം എൻ്റെ കുഞ്ഞ് ഉണർന്നിരിക്കുക. ദാറ്റ്സ് എ ഗുഡ് തിങ്. എനിക്ക് സന്തോഷം തോന്നും, എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടി ഉണർന്നിരിക്കുക. ബട്ട് ഇഫ് ഷീ ഈസ് അവേക്ക് ഫോർ ദ റീസൺ ദാറ്റ് ഞാൻ എന്തുവാണ് കൊണ്ടുവരുന്നത് പ്രാപിക്കാൻ വേണ്ടിയാ, കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് വിത്ത് എ സെൽഫിഷ് മോട്ടീവ്. സത്യമല്ലയോ? റാദർ ഇഫ് ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ മീ, മൈ ഡാഡി ഹാസ് ടു കം, ദെൻ ഓൺലി ഐ വിൽ സ്ലീപ്പ്, എൻ്റെ ഡാഡി വന്നാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ശരിക്കും എന്തിനെ കാണിക്കുന്ന? സ്നേഹത്തെ കാണിക്കുന്ന. നമുക്ക് നമ്മുടെ ദൈവത്തോട് അങ്ങനത്തെ ഒരു ബന്ധമുണ്ടാകണേ. നോട്ട് ഫോർ ദ റീസൺ ദാറ്റ് എവ്രി ടൈം വി നീഡ് ടു ഗെറ്റ് സംതിങ് ഫ്രം ഹിം. ആ ഒരു ബന്ധം ഉണ്ടാകരുത്. അപ്പാ എനിക്ക് ഇത്രയൊക്കെ ദൈവം തന്നു, ദൈവത്തിന് സ്തോത്രം. ഈ മനോഭാവമുണ്ടോ? വി ആർ ഓൺ ദി റൈറ്റ് ട്രാക്ക്. Again in the book of Hebrews chapter 11 only, we look from 13 to 16, 13 to 16 വരെയുള്ള വാക്യങ്ങൾ. All these people who were still living by faith when they died, they did not receive the things promised. See, all these people who had promise, there were some prophecies in their life, but they all passed away, they all died. ഈ പ്രോമിസുകളൊന്നും പ്രാപിക്കാതെ അവർ പോയി. So don't ever be thinking that all the prophecies or the promises which we have in our life അത് ഈ ഭൂമിയിൽ കൊണ്ടെപ്പോഴും നിറവേറണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട. What happened with them? Read further. They did not receive the things promised. They only saw them and welcomed them from a distance. They only saw them and welcomed them that from a distance. ദൂരത്ത് നിന്ന് ഈ പ്രോമിസുകളൊക്കെ അവർ വെൽക്കം ചെയ്തവരാണ്. എന്ന് വെച്ചാൽ ഭൗമതലത്തിൽ അത് ലഭ്യമല്ലെങ്കിലും അവർക്കറിയാമായിരുന്നു they would be receiving it. ഇതിനേക്കാൾ മേൽത്തരമായ ഒന്ന് അവർ റിസീവ് ചെയ്യുമെന്ന് അവർക്ക് ഭയങ്കരമായ ഒരു ചിന്തയുണ്ടായിരുന്നു. അവരതിനു വേണ്ടി കാംക്ഷിച്ചവരാണ്. Read further. And they admitted that they were aliens and strangers on earth. They admitted that. നമ്മുടെ ഈ ഭൂമിയിലുള്ള വാസത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് നാം കാണുന്നത്? പരിദേശവാസമായിട്ടാണോ ശരിക്കും? Or is it that we are going to live forever and ever in this world? No. We are like aliens and strangers in this world. അങ്ങനെ ഇവിടെ ജീവിക്കാവൂ. സത്യം. ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. ഇറ്റ്സ് എ ടിപ്പ്. ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകരുത്. ലെറ്റ് ഇറ്റ് ബി യുവർ വൈഫ്, യുവർ ഹസ്ബൻഡ്, യുവർ ചിൽഡ്രൻ, യുവർ സിബ്ലിങ്സ്. ഇന്നോ ലോകത്തിലെ ഒരു ജോലിയാകട്ടെ, വസ്തുക്കളാകട്ടെ, ഒന്നിനോടും അറ്റാച്ച്മെന്റ് പാടില്ല. If our life has to be successful, this is the best way out. ഏതിനോടെങ്കിലും അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ it would be misery, it would be sorrowful. പലതുമൊക്കെ നമുക്ക് കിട്ടാതെ പോകുമ്പോഴേ നാം അസ്വസ്ഥരാകും, ക്ഷീണിതരാകും, തളർച്ചയിൽ പോകും. വരാതിരിക്കാനുണ്ട്. കണ്ടോ, അവരിതെല്ലാം പരദേശവാസം എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് ദൂരത്ത് നിന്ന് കണ്ട് വെൽക്കം ചെയ്തവരാണ്. People who say such things show that they are looking for a country of their own. See, they were looking for a country of their own. Which is our own country? Is it India? Or tomorrow we are planning to be migrating to Canada. Is it that the own country? No, idonnu own country onnumalla. It's not our own country. Ee country like namakku maybe 60, 70, 80 or 90 ഇത്രയൊക്കെ നമുക്ക് പാർക്കാമായിരിക്കും. But our own country is there. Are we ready for it? അവിടെ നമുക്ക് സ്വന്തമായ ഒരു ദേശം നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ പിതാവ് ഒരുക്കുന്നുണ്ട്. My dear ones, are we ready for it? ലോകത്തിൽ എന്ത് കിട്ടിയാലും ചെടിക്കും. കിട്ടുന്ന സമയത്ത് വലിയ സന്തോഷമായിട്ട് നമുക്ക് തോന്നും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിയത് ഒന്നുമില്ല. ബീര പൊസിഷൻ, ഒത്തിരി പേരായി, ഞാൻ കർത്താവിൻ്റെ ദാസനായി, ഞാൻ അങ്ങ് പ്രശസ്തനായി. എന്തോ പ്രശസ്തിയാ? ഒന്നുമില്ല. ഒരു കാര്യം ഇതിനകത്തൊന്നുമില്ല. ബട്ട് വൺ തിങ് ഓൾവേസ് എൻഷ്യൂർ,
സ്വർഗത്തിലെ പിതാവിനെ നോക്കുമ്പോഴേ എബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഇച്ഛിച്ചവൻ, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ഒരു താല്പര്യമുണ്ടായി വന്നാൽ അതിൽ പരം മേൽത്തരം മറ്റൊന്നുമില്ല. ലെറ്റ് അവർ പെർസ്പെക്റ്റീവ് ബി ഇറ്റേണൽ. ഇവിടെ മൂട് മാത്രം നിൽക്കരുതേ. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഐ എം കട്ടിങ് ഷോർട്ട്. കർത്താവ് നാളുകൾ തന്നു കഴിഞ്ഞാൽ എനിക്കൊത്തിരി ഇതിനെ സംബന്ധിച്ച് കുറച്ചേറെ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഐ നോ ദിസ് ലൈഫ്. ഞാൻ എപ്പോഴും ഈ ലോകത്തെ കാണുമ്പോഴേ ഞാൻ ഓരോരുത്തരും ഇങ്ങനെ കണ്ട് എൻ്റെ കണ്ണുകൊണ്ട് നുകരാറുണ്ട്. വേറൊന്നിനുമല്ല, കർത്താവെ അടുത്ത ആഴ്ച വരുമ്പോഴേ എൻ്റെ ഈ സഹോദരങ്ങൾ, എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എനിക്ക് കാണണം. കർത്താവെ നഷ്ടമായി പോയാൽ കർത്താവിനോടൊപ്പമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ലോസ്. കർത്താവിനെ കൂടാതെ പോയാലോ ഇറ്റ്സ് എ ബിഗ് ലോസ്. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. സ്തോത്രം. ഹല്ലേലൂയ. ലില്ലി അമ്മച്ചി ഒന്ന് പ്രാർത്ഥിക്കാമോ? Can you just pray please? കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ഞങ്ങൾക്ക് കർത്താവെ സഭായോഗമായി അങ്ങയുടെ പാദാന്തി അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കി തന്നല്ലോ അപ്പാ. ഞങ്ങളങ്ങനെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കഴിഞ്ഞൊരു വർഷക്കാലം അടി നിങ്ങളെ വിട്ട് കടന്നുപോയി കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. 2025 ആദ്യത്തെ കർത്താവെ സഭായോഗമായി ഞങ്ങൾക്ക് ഏവർക്കും അങ്ങയുടെ പാദാന്തി അടുത്ത് വരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. ഹല്ലേലൂയ. പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ഒക്കെ കഴിഞ്ഞ കാലത്തിൽ ഞങ്ങൾക്ക് അടുത്ത് വന്നുവെങ്കിലും അവയൊന്നും ഞങ്ങളെ തളർത്തിക്കളയുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ലല്ലോ അപ്പാ. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതികൂലങ്ങളും പതറിപ്പോകാതെ ഇത്രത്തോളം ജയോത്സവമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പുതുവർഷത്തിലും കർത്താവെ അവിടുത്തെ കൃപ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം അപ്പൻ്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ കർത്താവെ. വ്യക്തിപരമായി ഓരോ ജീവിതങ്ങളോടും കൂടെ ഇരുന്ന് എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ സഭായോഗം ഞങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർത്തതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ കേട്ട നല്ല വചനങ്ങൾ ഞങ്ങളെ പണിയുന്നതാകണമേ. ആത്മീയ ഹല്ലേലൂയ അഭിവൃദ്ധിക്ക് കാരണമാക്കി തീർക്കണമേ കർത്താവെ. ഞങ്ങളാരും കേട്ടു മറക്കുന്നവരാകാതെ കർത്താവെ വചനത്തിൽ നിലനിന്ന് മുന്നേറുവാൻ പുതുവർഷം ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കായി പ്രത്യേക സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജിജു പാസ്റ്റർക്കായി സ്തോത്രം. ശാരീരികമായ സുഖമില്ലെന്ന് കേട്ടല്ലോ കർത്താവെ. ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് സൂക്ഷിക്കണമേ. ശിവ പാസ്റ്റർക്കായി സ്തോത്രം. കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ പിന്നെയും സൂക്ഷിക്കണമേ. സഭയായി ഞങ്ങളെ കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നു. തുടർന്ന് ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിച്ചാട്ട്. ഈ ദിവസം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹപ്രദമാക്കി തീർത്തതിനായി സ്തോത്രം. കരുണയിൽ ഞങ്ങൾ പിന്നെയും ആശ്രയിക്കുന്നു. ജയോത്സവമായി ഞങ്ങളെ നടത്തിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. സ്വർഗീയ നല്ല പിതാവേ, കേട്ടുത്തരം അരുളണമേ.